തട്ടിപ്പുകളുടെ വിശാലമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് നമ്മുടെയൊക്കെ കൊച്ചു ഗ്രാമങ്ങളിൽ കള്ളന്മാരുണ്ടായിരുന്നു. കോഴിയെ മോഷ്ടിക്കുന്ന, വാഴക്കൊല മോഷ്ടിക്കുന്ന കള്ളന്മാർ. പിന്നീട് അത് വന്ന് പണവും സ്വർണവും ഒക്കെ മോഷ്ടിക്കുന്ന കള്ളന്മാരെ കുറിച്ചുള്ള കഥകളായിരുന്നു പിന്നീട് കേട്ടത്. അതും കഴിഞ്ഞ് ബാങ്ക് റോബറികളുടെ വിശാലമായ കഥകൾ നമ്മൾക്ക്. അവിടെ നിന്നെല്ലാം പോയി ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ അനേകായിരങ്ങളുടേത് ഒന്നിച്ച് തട്ടിച്ചെടുക്കുന്ന സംവിധാനങ്ങൾ ഒക്കെ നിലവിലുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിന്റെ ഏതോ കോണിലിരുന്ന് നമ്മുടെ പണം കൈവശപ്പെടുത്തുവാൻ ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിമാന്മാരായ മനുഷ്യരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വ്യാപകമായ ഒരു തട്ടിപ്പാണ് വെർച്വൽ അറസ്റ്റ്. CBI-യോ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയോ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, വീഡിയോ കോളിൽ വരിക, ഈ വീഡിയോ ഓഫ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന, തട്ടിപ്പ് നടത്തുന്ന വലിയ സംവിധാനങ്ങൾ, വലിയ നെറ്റ്വർക്കുകൾ. അവര് കോടതി മുറികളൊക്കെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുകയാണ്. അവിടെ വിധി പ്രഖ്യാപിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിചാരണ നടത്തുന്നു. അവസാനം പറയുന്നു, ഈ കേസിൽ നിന്ന് ഊരിപ്പോകുവാൻ ഇത്ര ലക്ഷം രൂപ ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു തരണം. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെ നിരവധി ആളുകളുടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടത് സമീപകാല ചരിത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിരണം ഭദ്രാസനാധിപനായിരുന്ന കുറിലോസ് തിരുമേനിയുടെ 15 ലക്ഷം രൂപയാണ് ഇങ്ങനെ തട്ടിപ്പുകാർ തട്ടിയെടുത്തത്. എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു റിട്ടയർഡ് ബാങ്ക് മാനേജർ, അദ്ദേഹത്തിന് ഈ വെർച്വൽ അറസ്റ്റിലൂടെ നഷ്ടമായത് 11 ലക്ഷം രൂപയാണ്. വ്യാപകമായി ഇത്തരം പരാതികൾ സൈബർ സെല്ലിലേക്ക് എത്തുന്നുണ്ട്. സൈബർ സെല്ലിന് വഹിക്കാൻ വയ്യാത്തത്രയും പരാതികൾ കുമിഞ്ഞുകൂടുകയാണ്. വാട്സപ്പ് മുഖേനയുള്ള നിരവധി തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ആധുനികമായ ഈ ദിവസങ്ങളിൽ നടന്നു വരുന്ന ഒരു തട്ടിപ്പ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമുള്ള ഒരു തട്ടിപ്പാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതന്റെ ഒരു സന്ദേശം നമുക്ക് വരുന്നു, ഞാൻ ഒരു OTP അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ആ കോഡ് എനിക്കൊന്ന് തിരിച്ചയച്ചു തരണം. അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ് ആരംഭിക്കുവാൻ പോകുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോഡ് വന്നിട്ടുണ്ട്, ആ കോഡ് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തരണം എന്നൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അടുപ്പമുള്ളവർ, കൂട്ടുകാരൊക്കെ അയക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് വരുന്നത്. അവരുടെ വാട്സപ്പിൽ നിന്നാണ് സന്ദേശം വരുന്നത്, അവരുടെ ചിത്രമുള്ള പ്രൊഫൈലിൽ നിന്നാണ് നമ്മളിത് കാണുന്നത്. പെട്ടെന്ന് നമ്മുടെ മൊബൈലിൽ വരുന്ന ആ മെസ്സേജ് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ആ കോഡ് പറഞ്ഞു കൊടുക്കുകയാണ്, ആരൊക്കെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ വാട്സപ്പ് അവരുടെ നിയന്ത്രണത്തിലാക്കപ്പെടുന്നു. നമ്മുടെ വാട്സപ്പിന്റെ നിയന്ത്രണം കൈക്കലാക്കുന്നവർ നമ്മുടെ വാട്സപ്പിന്റെ സുരക്ഷാ സംവിധാനമായ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സംവിധാനത്തെ അവരെ പെട്ടെന്ന് മാറ്റുന്നു. അതോടുകൂടെ നമുക്ക് പിന്നീട് നമ്മുടെ വാട്സപ്പിൽ ഒരു ആക്സസും ഇല്ലാതെയാകുന്നു. അത് അവരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാകുന്നു. അവർ നമ്മളുടെ കോണ്ടാക്ട് ലിസ്റ്റ് മുഴുവൻ എടുത്ത് എല്ലാവർക്കും സന്ദേശങ്ങൾ അയക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ വാട്സപ്പിലൂടെ നമ്മൾ ഷെയർ ചെയ്യുകയോ നമുക്ക് ലഭിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസ്, നമ്മുടെ രഹസ്യമായ വിവരങ്ങൾ ഒക്കെ അവർ കൈക്കലാക്കുന്നു. ഇത് അപകടകരമായ തട്ടിപ്പാണ്. നമുക്കിത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീരുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇവർ ചെയ്യുന്നത്, നമ്മളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും നമ്മുടേതായിട്ടൊരു സന്ദേശം പോകുന്നു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്താണ് അയക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി AI-യുടെ ഒക്കെ കാലഘട്ടം ആയതുകൊണ്ട് നമ്മുടെ സ്നേഹിതന്റെ അല്ലെ നമ്മുടെ തന്നെ വോയിസ് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ സൃഷ്ടിച്ച് ഒരുപക്ഷെ അനധിവിദൂര ഭാവിയിൽ നമുക്ക് സന്ദേശം വരും. വീഡിയോ കോൾ ആയിട്ട് വന്നെന്നിരിക്കും. അടുത്ത സ്നേഹിതൻ ചോദിക്കുകയാണ്, ഞാൻ ഇന്നടത്ത് നിൽക്കുകയാണ്, എനിക്ക് എൻ്റെ കയ്യിൽ അക്കൗണ്ടിൽ പണമില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അക്കൗണ്ട് വർക്ക് ചെയ്യുന്നില്ല, പ്ലീസ് എനിക്ക് കുറച്ച് പണം ഒന്ന് ഇട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാമാന്യ മര്യാദയുടെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുപ്പത്തിന്റെ പേരിൽ നമ്മൾ പണമിട്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള തട്ടിപ്പാണ് ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ദിവസങ്ങളിലെ മാധ്യമ
മാധ്യമങ്ങളിലെല്ലാം വാർത്തകളായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല എനിക്ക് പറയുവാനുള്ളത്, അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാ പ്രേക്ഷകരും അവരവരുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുവാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന സന്ദേശങ്ങൾ, നിങ്ങൾക്ക് വരുന്ന വാട്സപ്പ് കോളുകൾ, അതെല്ലാം ഒരുപക്ഷെ അടുത്ത ആളിൽ നിന്ന് വരുന്നത് പോലും ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് മാത്രം, റീചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ അതിനോട് പ്രതികരിക്കുക. ഒരു കാരണവശാലും ആർക്കും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നമ്പറുകളോ വെരിഫിക്കേഷൻ കോഡുകളോ ഒരു കാരണവശാലും അത് എത്ര അടുപ്പമുള്ളവർക്കാണെങ്കിലും അവരുടെ ഫോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം, പാസ്റ്റേഴ്സിന്റെ പേരിൽ പാസ്റ്റേഴ്സിനെ കളിപ്പിക്കുന്ന വ്യാപകമായൊരു തട്ടിപ്പ് ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാട്രിക് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഏതോ ഒരു വിദേശ നമ്പറിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് അയക്കുന്നു, പ്ലീസ് ഹെൽപ്പ് മീ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു ഓൺലൈൻ പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചിലരോട് പറയുന്നു, ഞാൻ പാട്രിക് ആണ്, പാസ്റ്റർ പാട്രിക് ആണ്, വിദേശത്ത് ഒരു പ്രെയർ കോൺഫറൻസ് നടക്കുന്നു, താങ്കളെ കൂടെ അതിൽ പങ്കെടുപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു, നിങ്ങൾക്ക് അതിൽ വരാൻ താല്പര്യമുണ്ടോ? വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അയക്കുന്ന ആ കോഡ് എനിക്കൊന്ന് റീസെൻഡ് ചെയ്ത് തരിക. ഇത് സെയിം കാര്യമാണ്. ഇത് പാസ്റ്റേഴ്സിനെ മാത്രം എയിം ചെയ്ത് ചെയ്യുന്നതാണ് എന്നുള്ളതേ ഉള്ളൂ. നൈജീരിയ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന തട്ടിപ്പിന്റെ വേറൊരു ഭാഗം മാത്രമാണിത്. അവരിപ്പോൾ പാസ്റ്റേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഉള്ളൂ. ഈ പാസ്റ്റേഴ്സിനോടാണ് ഇത് പറയുന്നത്. അവരുടെ കോണ്ടാക്ട് ലിസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് വീണ്ടും മറ്റുള്ളവർക്ക് അയക്കുന്നു. എനിക്ക് ഈ ദിവസങ്ങളിൽ ഒരു 10 പാസ്റ്റേഴ്സിന്റെ എങ്കിലും റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, പ്ലീസ് ഹെൽപ്പ് മീ എന്നും പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള ഈ സന്ദേശം വന്നിരിക്കുന്ന ഇവരുടെ എല്ലാം, എന്റെ സ്നേഹിതരായ ഈ പാസ്റ്റേഴ്സിന്റെ എല്ലാം വാട്സപ്പ് എന്ത് ചെയ്തിരിക്കുന്നു? ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് പലരോട് പലതാണ് പറഞ്ഞിരിക്കുന്നത്. ചിലരോട് ഓൺലൈൻ പ്രയറിലേക്ക് ജോയിൻ ചെയ്യുവാൻ പറയുകയാണ്, മറ്റു ചിലരോട് വിദേശത്ത് നടക്കുന്ന കോൺഫറൻസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു OTP വരുന്നുണ്ട്, അത് അയച്ചു തരാൻ പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ വാട്സപ്പിനെ അവരുടെ നിയന്ത്രണത്തിലാക്കുന്ന ഈ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കുക. ഇതുപോലുള്ള കെണികളിൽ പോയി കുടുങ്ങാതിരിക്കുക. നമ്മളുടെ പണം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള മേഖലകളാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളോട്, ഇതുപോലെയുള്ള റിക്വസ്റ്റുകളോട് പ്രതികരിക്കുവാൻ 2 3 തവണ ആലോചിച്ചിട്ട് മാത്രം പ്രതികരിക്കുക. ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങാതിരിക്കട്ടെ. ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൂടെ ബോധവാന്മാരാക്കുവാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു.